പാർക്കാം, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. 30-ാമത്തെ വാക്യം. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർ കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള 4-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്നത്തെ ഞായറാഴ്ച. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിവിധങ്ങളായ രീതിയിൽ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നതായിട്ടുള്ള രീതികളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. കല്ലറ കാണുവാനായിട്ട് ചെന്നതായിട്ടുള്ള ശിഷ്യകൾ തുറക്കപ്പെട്ട കല്ലറകളെ കണ്ടു, തുറക്കപ്പെട്ട കല്ലറയെ കണ്ടു. ദൂതൻ അവരോട് അവനിവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. 2-ാമത്തെ ഞായറാഴ്ച തോമസിന് യേശു പ്രത്യക്ഷനായി. ഞാൻ അവനെ കണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതായിട്ടുള്ള തോമസ് കർത്താവിൻ്റെ വിലാപ്പുറത്തും ആണിപ്പഴുതിലും കൈയിട്ടപ്പോൾ വിശ്വസിച്ചു. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ യേശുക്രിസ്തുവിനെ കൂടാതെ മീൻ പിടിപ്പാൻ പോയതായിട്ടുള്ള ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. പെരുത്ത മീൻകൂട്ടം കെട്ടി അവരെ കൂടുതൽ നിയോഗത്തിനു വേണ്ടി ശിഷ്യന്മാരെ അയച്ചു. ഇന്ന് 13 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് യാത്രയാവുന്ന 2 ശിഷ്യന്മാർ, അവരോടുകൂടെ ചേർന്ന് നടക്കുന്ന യേശുക്രിസ്തു. അവരിങ്ങനെ വാദിച്ചും തർക്കിച്ചും കൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ വാദിച്ചും തർക്കിച്ചും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വാദിച്ചും തർക്കിച്ചും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ അവരുടെ കൂടെ ചേർന്ന് നടന്നു. അത് യേശുവാണെന്ന് അവരറിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ആ അപരിചിതനായ മനുഷ്യൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ യെരുശലേമിൽ നടന്ന സംഭവങ്ങളൊക്കെ, യേശു എന്ന് പറയുന്ന ഒരാൾ ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പല രീതിയിൽ അവർ വാദിച്ചും തർക്കിച്ചും കൊണ്ടും പോവുകയാണ്. ആ സമയത്താണ് കർത്താവിൻ്റെ മറുപടി. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ നടന്ന് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അവരോടുകൂടെ ഭക്ഷണത്തിനായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തന്നെ അപരിചിതനായ മനുഷ്യൻ എന്ത് ചെയ്തു? അപ്രത്യക്ഷനായി. അപ്പോൾ അവർ രണ്ടുപേരും പറയുകയാണ്, നമ്മൾ കൂടെ വന്ന ആളിനെ അറിഞ്ഞില്ലല്ലോ, അത് യേശു തന്നെയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹൃദയം അതിന് പറയുന്ന ഒരു വാക്കൂടെ പറയുന്നുണ്ട്. അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ പറയുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഭക്ഷണം തിരുവെഴുത്തുകളുടെ വലിയ നിർവചനമാണ്, തിരുവെഴുത്തുകളുടെ വലിയ പൂർത്തീകരണമാണ്. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. അത് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണമേശയിൽ സംബന്ധിക്കുമ്പോൾ, ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുവാൻ ഇടവരണം. നിശ്ചലമായിട്ടുള്ള ഒരവസ്ഥയിൽ അല്ല തിരുവചന സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെയോ അത് കത്തിക്കൊണ്ടിരുന്നു. ആ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയതായിട്ടുള്ള
ആ ശിഷ്യന്മാർ അപരിചിതനായ മനുഷ്യനോടുകൂടെ ചേർന്ന് നടന്ന സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമായ ശക്തി അവർക്ക് ലഭിച്ചു. അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് അവർ വായിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് സഹയാത്രികനായ ക്രിസ്തു എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. സഹയാത്രികനായ ക്രിസ്തു. നമ്മുടെ വീടിൻ്റെ ഭക്ഷണമേശയുടെ മുറിയിൽ നേരത്തെയൊക്കെ ചില വീടുകളിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം. An unseen guest in every meal. കാണപ്പെടാത്ത അതിഥിയാണ് എല്ലാ ഭക്ഷണമേശയിലും ഉള്ള കാണപ്പെടാത്ത ഒരു അതിഥി. An unseen guest in every meal എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നടത്തുന്ന സംഭാഷണങ്ങളും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നടത്തുന്ന ഫെലോഷിപ്പുമൊക്കെ കാണുന്ന ഒരു ഗസ്റ്റുണ്ട്. എത്തിക്കലായിട്ടുള്ള ഫെലോഷിപ്പുണ്ട്, അൺഎത്തിക്കലായിട്ടുള്ള ഫെലോഷിപ്പുണ്ട്, പറയാനൊക്കാത്തതായിട്ടുള്ള, ആളുകളുടെ മുന്നിൽ വിവരിക്കാനൊക്കാത്ത ഫെലോഷിപ്പുണ്ട്. ഇങ്ങനെ പല ഫെലോഷിപ്പുകൾ നടക്കുകയാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ പ്രത്യാശയോടെ എഴുതി വെച്ച ഒരു വാക്യമാണ് An unseen guest in every meal. ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളുള്ള ഭവനങ്ങളിലൊന്നും ഇന്നത് കാണുവാൻ വളരെ അപൂർവമായിട്ടാണ് അത് കാണുന്നത് എന്നുള്ളത് ഓർക്കുകയാണ്. യെരുശലേമിലും എമ്മൗസിലേക്കുമുള്ള യാത്ര അത് തീവ്രമായ ഒരു യാത്രയാണ്. ഭയത്തിൻ്റെയും നിരാശയുടെയും ജീവിതാനുഭവങ്ങളിൽ സഹയാത്രികനായ ഒരു ക്രിസ്തു. ഇന്നെനിക്ക് ഒന്നാമത് പറയാനായിട്ടുള്ളത്, ഭയത്തിൻ്റെയും നിരാശയുടെയും ജീവിതാനുഭവങ്ങളിൽ സഹയാത്രികനാകുന്ന ഒരു ക്രിസ്തു. ഈ ആഴ്ചയിലൊക്കെ നിങ്ങൾ പത്രം വായിച്ചല്ലോ, TV കണ്ടല്ലോ, മാധ്യമങ്ങളൊക്കെ തുറന്ന് നോക്കിയല്ലോ. എത്രയോ ഞെട്ടിക്കുന്നതായിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. വെടിക്കെട്ട് അപകടം, അത് 10-12 പേര് മരിച്ചു എന്ന് മാത്രമല്ല, ഏതാണ്ട് 50ഓളം ആളുകൾ ഇനി ജീവിച്ചിരുന്നിട്ടും പ്രയോജനമില്ലാത്ത രീതിയിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ പിടിച്ച് അപകടത്തിൽ അകപ്പെട്ട് കഷ്ടനഷ്ടങ്ങളിലായിരിക്കുന്ന ഭവനങ്ങൾ. ചിലപ്പോൾ മരണ കേസ് 10-12 കാണത്തുള്ളൂ, എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ. പുറ്റിങ്ങൽ അപകടം നടന്ന സമയത്ത് 100 ആളുകൾ മരിച്ചു, എന്നാൽ 100 കണക്കിന് ആളുകൾ ജീവച്ഛവങ്ങളായി ഇന്ന് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, അത് ആ ഏരിയ ഞാൻ വർക്ക് ചെയ്ത സ്ഥലമാണ്, കണ്ണൂരിലെ കേളകം എന്ന് പറയുന്ന സ്ഥലം ഞാൻ വർക്ക് ചെയ്ത മേഖലയാണ്. അവിടെ സ്വന്തം മാതാവിനെ ഒരു മകൻ, ആ മുലപ്പാലിൻ്റെ മണം മാറുന്നതിന് മുമ്പ് ആ മകൻ എന്ത് ചെയ്തു? നിഷ്ഠൂരമായി കൊന്ന് ഒരു കഥ നമ്മൾ വായിക്കുകയുണ്ടായി, ചരിത്രം വായിക്കുകയുണ്ടായി. എന്നിട്ട് ആ പയ്യൻ കാത്തിരിക്കുകയായിരുന്നു ഒരാളിനെ കൂടെ കാണാൻ. ആരെയാ? സ്വന്തം പിതാവിനെ കൂടെ കാണാൻ. ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അടുത്ത ജില്ലയിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നു എന്നുള്ള ഒരു സംഭവമായിട്ടല്ല. നമ്മുടെ സമൂഹത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും നിരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന അനേകം ആളുകളുടെ ചരിത്രമാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പഠിത്തം നിർത്തി പകുതിയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്തോ പറയുന്നതെന്നറിയാമോ? പോലീസുകാരോട് പറഞ്ഞു, ഞാൻ ഈ പരുവായത് എൻ്റെ മാതാപിതാക്കൾ മുഖാന്തരമാണ്. ഞാൻ ഈ പരുവമായത് എൻ്റെ മാതാപിതാക്കൾ മുഖാന്തരമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയാണ്, ഒരു മകൻ മരിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു ക്രിസ്തീയ ഭവനത്തിൽ. കാരണം അവൻ സമൂഹത്തിനും ദേശത്തിനും ബാധ്യതയാണ്. അവൻ മരിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ. ഇങ്ങനെ ഞെട്ടിക്കുന്നതായിട്ടുള്ള എത്രയോ സംഭവവികാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ സാധാരണ പറയും, അവർ പോകുന്ന വഴിക്കങ്ങ് പോട്ടെ, അവരെ അതനുസരിച്ച് വിടാം. എന്നാൽ കതിരെ കൊണ്ടിട്ട് വെച്ചിട്ട് വളം വെച്ചിട്ട് പ്രയോജനമൊന്നും ഇല്ല. നമ്മൾ ഈ ആഴ്ചത്തെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിനകത്തെല്ലാം ഏതെങ്കിലും ഒരു മാമോദിസ വെള്ളം വീണ ഒരുത്തിൻ്റെ വീട്ടിൽ ഇത് നടന്നിട്ടുണ്ട്. ഏതെങ്കിലും മാമോദിസ വെള്ളം വീണ ഏതെങ്കിലും ഒരു ഭവനത്തിൽ
ഒരു സംഭവമെങ്കിലും ഇതിന് സമാനമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് ജീവിതത്തിൻ്റെ ഒരുപാട് നിരാശകളുടെയും സങ്കടങ്ങളുടെയും ഭയത്തിൻ്റെയും, ആ വാക്കാണ് ഏറ്റവും പ്രധാനം, ഭയത്തിൻ്റെ. ഇപ്പോൾ ഈ കോവിഡിൻ്റെ വാക്സിനൊക്കെ എടുത്തു. എത്ര വാക്സിൻ എടുത്തു എല്ലാവരും? കോവിഡിൻ്റെ എത്ര വാക്സിൻ എടുത്തു ജെയിംസ്? രണ്ടെടുത്തു അല്ലേ? എന്നാൽ ഈ കോവിഡിൻ്റെ വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മനുഷ്യൻ്റെ മോശമായി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇനി മദ്യവും ലഹരിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവൻ കത്തി എടുത്തും കൂത്തുക. അത് വേറെ കാരണമൊന്നും വേണ്ട. 4 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടല്ലോ, ഒരു മധ്യസ്ഥ പറയാൻ ചെന്ന ഒരു ചെറുക്കനെ 2 പേര് ചേർന്ന് ആയുധമൊന്നും ഇല്ലാതെ ചവിട്ടിക്കൂട്ടി എല്ലാം ഒടിച്ച് അവൻ കൊല്ലപ്പെട്ടു. അങ്ങനെ എത്രയോ നീചമായ കാര്യങ്ങളാണ്. മനുഷ്യൻ എങ്ങനെ ക്രൂരന്മാരായി മാറുന്നു. കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ, കോവിഡ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് മനുഷ്യൻ്റെ സ്വഭാവത്തിലും രൂപത്തിലും മനുഷ്യൻ്റെ സ്വഭാവ രീതികളിലും ബിഹേവിയറിലും മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികളിലുമൊക്കെ വളരെ മാറ്റങ്ങൾ വളരെ സംഭവിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ക്രൂരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭയത്തിൻ്റെയും നിരാശയുടെയും ജീവിതാനുഭവങ്ങളിൽ ഈ എളമ്പൽ പള്ളിയിലിരിക്കുന്ന ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും ഇത്രയും നാൾ യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഭയത്തിൻ്റെ നിരാശയുടെ മധ്യത്തിൽ എന്നോടുകൂടെ, നമ്മളോട് ഓരോരുത്തരോടും കൂടെ ചേർന്ന് നടക്കുന്ന ഒരു യേശു ഉണ്ടായിരുന്നു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ നിരാശയുടെ മധ്യത്തിൽ നിസ്സഹായനായി നോക്കി നിൽക്കുകയല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒന്ന് ഞാൻ പറഞ്ഞത്, ഭയത്തിൻ്റെയും നിരാശയുടെയും ജീവിതാനുഭവങ്ങളിൽ സഹയാത്രികനായി നമ്മളോടുകൂടെ ചേർന്ന് നടക്കുന്ന യേശു. രണ്ടാമത് പറയാനായിട്ടുള്ളത്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവകൃപയോടുള്ള പ്രതികരണമാണ്. ഇവിടെ പറയുന്നത്, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, പ്രവാചകനെല്ലാം പറഞ്ഞിരിക്കുന്ന വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവകൃപയോടുള്ള പ്രതികരണമാണ്. ഇന്ന് വിശ്വാസികൾ ഒരുപാടുണ്ട്, പക്ഷേ വിശ്വസ്തർ വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ് സഭയിൽ. വിശ്വസ്തരായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ടുള്ള വലിയ ശുശ്രൂഷയാണ്. വിശ്വാസത്തിൻ്റെ വലിയ ആവിഷ്കാരമാണ് ഈ വിശുദ്ധ കുർബാന. ഇത് വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വസ്തർക്ക് വേണ്ടിയും നൽകുന്ന ഭക്ഷണമേശയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് കർത്താവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയുടെ അതിൻ്റെ പൂർത്തീകരണമാണ് ഓരോ വിശുദ്ധ കുർബാനയും നടക്കുന്നത്. ഒരു യാത്രയാണ്, വിശ്വാസത്തോടു കൂടിയുള്ള യാത്രയാണ്. ഈ യാത്ര എന്ന് തീരുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പണ്ടൊരിക്കൽ ഞാൻ വയനാട്ടിലെ ആദിവാസികൾ പാടിയൊരു പാട്ടുണ്ട്. അത് അവിടുത്തെ നസ്ലേറ്റുകാർ പിന്നെ ഏറ്റുപാടി. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നും, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നും. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നും, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നും. മോഹങ്ങൾ അവസാന നിമിഷം വരെ. മോഹങ്ങൾ അവസാന നിമിഷം വരെയാണ്. ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നും, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നും. എന്നാൽ വിശ്വാസി ദേവാലയത്തിലിരുന്ന്, കൂട്ടായ്മയിലിരുന്ന്, പ്രാർത്ഥനയിലിരുന്ന് പാടും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, ദുഃഖത്താൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി,
യുദ്ധം ചെയ്യും യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ യാത്ര എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ജീവൻ വെച്ചിടുന്ന, ജീവൻ നൽകുന്ന യേശുവിന് വേണ്ടിയുള്ള യാത്രയാണ്. യേശുവിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. അടുത്ത നിമിഷമാകാം, അടുത്ത ദിവസമാകാം, അടുത്ത മാസമാകാം, അടുത്ത വർഷമാകാം. എന്നാൽ ഞാൻ യാത്ര ചെയ്യുകയാണ്. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ക്രൂശിനെ നോക്കിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. വിശ്വാസത്തോടെ യാത്ര ചെയ്യുകയാണ്. ആ വിശ്വാസത്തോടെയുള്ള യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ ഒരു ദൈവവേദന നൽകപ്പെടുന്ന ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഒന്ന്, ഭയത്തിൻ്റെയും നിരാശയുടെയും ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യേശു. രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ദൈവകൃപയോടുള്ള പ്രതികരണമാണ്. ദൈവം നമുക്ക് ദാനമായി തരുന്ന ആ കൃപയോടുള്ള പ്രതികരണമാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ സംവാദമാണ്. അത് മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന അവനെ രക്ഷിതമായിട്ടുള്ള രക്ഷയുടെ ചരിത്രമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഗോഡ്സ് ഇൻ്റർവെൻഷൻ ഇൻ ഹിസ്റ്ററി. ദൈവത്തിൻ്റെ ചരിത്രത്തിലുള്ള ഇടപെടലിൻ്റെ ചരിത്രമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. മൂന്നാമത് പറയാനായിട്ടുള്ളത് യേശുവിൻ്റെ വാക്കുകളും തിരുവചനത്തിൻ്റെ വ്യാഖ്യാനവും ഹൃദയത്തെ കത്തിക്കുന്നതാണ്. അവരുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. മനുഷ്യർ പ്രതികരണശേഷി കുറഞ്ഞവരാണ്. എന്നാൽ ആ രണ്ട് ശിഷ്യന്മാർ അപരിചിതനായ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം തീ കത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഈ ദേവാലയത്തിൽ ആത്മനൊമ്പരങ്ങളിൽ ആയിരിക്കുന്നവരുണ്ടോ? സ്വയം കത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളിലുള്ളവരുണ്ടോ? ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ അത് രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ? ഹൃദയത്തെ കത്തുവാൻ സാധിക്കണം. ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളിലായിരിക്കണം. ഇത് യെരുശലേം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നുള്ള യാത്രയാണ്. യെരുശലേം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ തൊട്ടിലാണ്. യേശുവിൻ്റെ ശുശ്രൂഷകളുടെ എല്ലാം ഭാഗമാണ്. അവിടെയാണ് യേശു കർത്താവിനെ ഒറ്റുകൊടുത്തത്, അവൻ ഉയർത്തുന്നേറ്റത്. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് സ്വന്തം വീട്ടിലാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത്. യെരുശലേമിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. പിന്നെ യഹൂദിയായാലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കപ്പെടണം. സഭ എന്ന് പറയുന്നത് ഉയർത്തുന്നേറ്റ കർത്താവിൻ്റെ തുടർ സാന്നിധ്യമാണ്. ഉയർത്തുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ തുടർ സാന്നിധ്യമാണ് ഈ സഭ. നമ്മുടെ ഇളമ്പൽ പള്ളി എന്ന് പറയുന്നത് ഉയർത്തുന്നേറ്റ കർത്താവിൻ്റെ തുടർ സാന്നിധ്യമാണ്. യേശു ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കൊണ്ടാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നതും നിങ്ങളിവിടെ ഭവ്യതയോടെ ഇരിക്കുകയും ചെയ്യുന്നത്. കാരണം എന്താണ്? എന്നും പ്രസംഗിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഈ യോഗത്തിൻ്റെ, ഈ വിശുദ്ധ കുർബാനയുടെ രഹസ്യം എന്താണെന്ന് ചോദിക്കും. പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. അദൃശ്യനായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കുന്നതാണ് ഈ യോഗത്തിൻ്റെ, ഈ വിശുദ്ധ കുർബാനയുടെ രഹസ്യം. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, സഹയാത്രികനായ യേശു, ഭയത്തിൻ്റെയും നിരാശയുടെയും ജീവിതാനുഭവങ്ങളിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു യേശു. അതുമാത്രമല്ല, നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്ന ഒരു യേശുവിനെയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയങ്ങളങ്ങ് തീരത്തില്ല. എത്ര സംശയം തീർത്താലും തീരത്തില്ല. സംശയം പിന്നെയും കിടക്കുക. എന്നാൽ കർത്താവ് തർക്കിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ സംശയങ്ങളെല്ലാം മാറ്റി അവസാനം എന്ത് സംഭവിച്ചു? കൂട്ടായ്മയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ സംശയങ്ങളെല്ലാം നിവാരണം വരുത്തി യേശു എനിക്ക് രക്ഷകനും കർത്താവുമാണെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന പങ്കെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അവർക്കാണ് കൂട്ടായ്മ ബന്ധമുള്ളത്. രണ്ടാമത് പറഞ്ഞത്, വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കണം. 3, യേശുവിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ സാധിക്കണം. ഹൃദയം കത്തിക്കൊണ്ടിരിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ഉയർത്തുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ്. അരക്ഷിത ബോധത്തിൽ നിന്നും സുരക്ഷിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് യെരുശലേമിൽ നിന്നും എമ്മോസിലേക്കുള്ള യാത്ര.
കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഈ യാത്രയിൽ പലരും നമ്മോടുകൂടെ ചേർന്ന് നടക്കും, ചിലർ വഴി പിരിയും. പലരും നമ്മളോട് ചേർന്ന് നടക്കും, ഒരു സമയം കഴിയുമ്പോൾ അവർ എന്തു ചെയ്യും? പലരും വഴി പിരിയും. എന്നാൽ പിരിയാത്തതായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യമാണ് ഈ നാളുകളിൽ നാം അനുഭവിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഈ ക്ലയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുഖഭാഗം എന്തായിരുന്നു എന്നാണ് വായിക്കുന്നത്? അവൻ വാടിയ മുഖത്തോടെ ഇരുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വാടിയ മുഖത്തോടെ ഇരിക്കുക. കുറച്ച് പേര്, എല്ലാവരും ഇല്ല, കുറച്ച് പേര്. എങ്ങനെ ഇത് നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വാടിയ മുഖത്തോടെ ഇരുന്നു. പലരും വാടിയ മുഖത്തോടെയാണ് ഇരിക്കുന്നത്, അല്ലേ? വാടിയ മുഖത്തോടെ ഇരിക്കുക. ഇപ്പം നമ്മൾ ഈ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പം ഓരോ സ്ഥാനത്തും തിരഞ്ഞെടുക്കും. അപ്പോൾ ഈ ലോട്ടറി അടിച്ചതിനേക്കാളും വലിയ സന്തോഷമാണ്. കാരണം ഞാൻ ഇന്നതായി, ഞാൻ വൈസ് പ്രസിഡൻ്റായി, ഞാൻ സെക്രട്ടറിയായി, ട്രസ്റ്റിയായി, ഞാൻ കേന്ദ്രത്തിലെ പ്രതിനിധിയായി, ഭദ്രാസനത്തിലെ പ്രതിനിധിയായി, സെൻട്രലിൻ്റെ ആയി. വീട്ടിൽ ചെല്ലുമ്പം ഭയങ്കര സന്തോഷമാണ്, ലോട്ടറി അടിച്ചുള്ള സന്തോഷമാണ്. പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ മനസ്സിലങ്ങ് അസ്വസ്ഥതയാണ്. അപ്പം ഞാൻ പറയും, ഈ നന്നാവാനും വഴിയാവും, നാറാനും ഇത് വകുപ്പാവും എന്ന് പറയും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. അല്ല, മലപ്പുറത്തൊരു ചെറുക്കം പറഞ്ഞ പോലെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. പ്രാർത്ഥനാക്കൂട്ടത്തിൻ്റെ പ്രതിപുരുഷൻ നമ്മുടെ കമ്മിറ്റിയിലേക്കുള്ള മെമ്പറാണ്. അദ്ദേഹത്തിന് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇടവ സെക്രട്ടറി പോലെ വളരെ ഉത്തരവാദിത്വമുണ്ട് ആ പ്രാർത്ഥനാക്കൂട്ടത്തിൽ. അപ്പോൾ എല്ലാ സ്ഥാനവും ഏതെങ്കിലും രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു രീതിയിലല്ലെങ്കിൽ. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. അപ്പോൾ ഇത് നന്നാവാനും വകുപ്പാണ്, അത് ആളുകളുടെ കയ്യിൽ പഴി കിട്ടാനും ഒരു വകുപ്പാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, കർത്താവിനെ പിരിഞ്ഞ് നമ്മുടെ പ്രേക്ഷിത ദൗത്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വൻ പരാജയമായിട്ട് മാറും. ഇപ്പോൾ പല ആളുകളും പറയും, പണ്ട് ഞാൻ ഇന്ന സ്ഥാനത്ത് ഇരുന്നതാണ്. പണ്ടത്തെ പള്ളിയല്ല ഇപ്പോൾ, കോവിഡ് കഴിഞ്ഞ് 2 വർഷമേ ആയുള്ളൂ. പണ്ടത്തെ എളപ്പ പള്ളിയല്ല ഇത്. മാർത്തോമാ സഭയുടെ എല്ലാ പള്ളികളുടെയും രൂപങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് പണ്ടത്തെ കഥയൊന്നും ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കോവിഡിന് ശേഷം വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടുകൂടെ പല ആളുകളും സഞ്ചരിക്കും. എന്നാൽ ഒരു പരിധി കഴിയുമ്പം പിന്നെന്ത് ചെയ്യും? അവരങ്ങ് വിട്ടുപോകും. കടൽ തീരമുയരുമ്പോൾ, കരയെല്ലാം അണയുമ്പോൾ, അവരെല്ലാം പല വഴി പിരിഞ്ഞു പോകും. പിന്നെ ആര് മാത്രമേ കാണത്തുള്ളൂ? യേശു മാത്രമേ നമ്മോടുകൂടെ കാണത്തുള്ളൂ. സഹയാത്രികനായ യേശു നമ്മുടെ ഭയത്തിൻ്റെയും നിരാശയുടെയും വേദനയുടെയും മധ്യത്തിൽ നോക്കി നിൽക്കുന്ന ഒരു യേശുവല്ല, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു ചെറിയ പ്രസംഗ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. തിരുമേനി തൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രസംഗമാണ്. അപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ വാടിയ മുഖത്തോടെ ഇരിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ വാടിയ മുഖത്തോടെ ഇരിക്കുന്നിടത്താണ് യേശു എന്തോ ചെയ്യുന്നത്? പ്രത്യക്ഷമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ കുത്തുകൊള്ളുന്ന, കത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ യാത്ര ചെയ്യുവാൻ നമുക്കൊരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. 1, നിരാശയുടെയും ഭയത്തിൻ്റെയും മധ്യത്തിൽ നമ്മളോട് ചേർന്ന് നടക്കുന്ന ഒരു യേശുവാണ്. 2, വിശ്വാസത്തോടെ യേശുവിനോട് യാത്ര ചെയ്യുവാനുള്ള ആഹ്വാനമാണ് ഓരോ ഉയർത്തുനിൽപ്പിൻ്റെയും സന്ദേശം. 3, തിരുവചനം കേൾക്കുകയും തിരുവചനം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം. 4മതൊരു കാര്യം കൂടെ പറഞ്ഞു, വാടിയ മുഖത്തോടെയും വേദനയോടെയും കൂട്ടായ്മയിലിരിക്കുന്ന ദൈവജനത്തിൻ്റെ മധ്യത്തിലാണ് യേശുവിൻ്റെ പ്രത്യക്ഷത നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയ ദൈവാനുഭവത്തിൽ ജീവിപ്പാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരാൾക്ക് പ്രാർത്ഥിക്കാം.